Assalamu alaikum. Welcome to my new video. Tajweed rules for Quran reading. മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ വിശ്വാസിയുടെയും ഭരണഘടന, ദൈവിക വേദഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണ ഗ്രന്ഥം, സ്വയം ദൈവികമെന്ന് വാദിക്കുന്ന ഏക വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. 23 വർഷങ്ങൾ കൊണ്ട് വിവിധ സന്ദർഭങ്ങളിലായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വചനം വിശുദ്ധ ഖുർആൻ. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അവതരണകാലം മുതൽ ലോകാവസാനം വരെ യാതൊരുവിധ മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാതെ നിലനിൽക്കുമെന്നുറപ്പുള്ള ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. 6236 വചനങ്ങൾ, 114 സൂറത്തുകൾ, പാരായണ സൗകര്യത്തിനായി 30 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്ന 30 ജുസ്ഉകൾ. നാം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിദേശത്ത് നിന്ന് പ്രിന്റ് ചെയ്യപ്പെട്ട ഖുർആന്റെ കോപ്പികളാണ്. വിദേശത്ത് നിന്ന് പ്രിന്റ് ചെയ്യുന്ന മിക്ക ഖുർആൻ പ്രിന്റുകളും തജ്വീദ് നിയമപ്രകാരം അച്ചടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം അവ പാരായണം ചെയ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളും നാം അവഗണിക്കാൻ സാധ്യതയുള്ള ചില ചിഹ്നങ്ങളെയുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. എന്നതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും പാരായണം ചെയ്യുകയും പഠിക്കുകയും അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ പാരായണം ചെയ്യുകയും ചെയ്യേണ്ട വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ ഓരോ ചിഹ്നങ്ങളെയും നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ചില ചിഹ്നങ്ങളാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. ഖുർആനിലെ വഖഫിന്റെ ചിഹ്നങ്ങളും മറ്റുള്ള ചിഹ്നങ്ങളും. ഖുർആനിൽ ധാരാളം ചിഹ്നങ്ങളുണ്ട്. വിദേശത്ത് നിന്ന് പ്രിന്റ് ചെയ്യുന്ന ഖുർആനിലും നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഖുർആൻ പ്രിന്റുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാം ഇപ്പോൾ കാണുന്നത് പോലെ ചെറിയ മീമിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗം, ചെറിയ തലയുള്ള മീമ്, ഈ ചിഹ്നം കണ്ടാൽ നിർബന്ധമായും നിർത്തേണ്ടതാണ്. നിർത്തിയില്ലെങ്കിൽ അർത്ഥം മാറിയേക്കാവുന്ന സന്ദർഭങ്ങളിലാണ് ഖുർആനിൽ ഈ മീം ഇടുന്നത്. ഉദാഹരണത്തിനായി നമുക്ക് ഈ ആയത്ത് കേൾക്കാം. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ വൽമൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ വൽമൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. ലാം മറ്റൊരു ചിഹ്നമാണ്. ലാം നിർത്താൻ പാടില്ല. ഈ ചിഹ്നത്തിൽ ഖുർആനിൽ ഈ ചിഹ്നം നാം കാണുമ്പോൾ അവിടെ നിർത്താതെയാണ് നാം ഖുർആൻ ഓതേണ്ടത്. നിർത്താൻ പാടില്ല. നിർബന്ധമായും ചേർത്തോതുക. പാരായണം ശ്രദ്ധിക്കുക. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين
ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. സിലി നിർത്തൽ അനുവദനീയം, ചേർത്തോതുകയും ചെയ്യാം. ഈ ചിഹ്നം നാം ഖുർആനിൽ കാണുമ്പോൾ അവിടെ നമുക്ക് നിർത്തൽ അനുവദനീയമാണ്, ചേർത്തോതലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. പാരായണം ശ്രദ്ധിക്കുക. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ഖിലി ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളും നമുക്ക് കാണാം. ചേർത്ത് ഓതാം, നിർത്തലാണ് ഉത്തമം. ചേർത്ത് ഓതാം, ഖിലി ചേർത്തോതാം, നിർത്തൽ ഉത്തമം. പാരായണം ശ്രദ്ധിക്കുക. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ أَلَا إِنَّهُمْ هُمُ السُّفَهَاءُ وَلَكِنْ لَا يَعْلَمُونَ. ജീം നിർത്തൽ അനുവദനീയം, നിർത്തൽ അനുവദനീയം. പാരായണം ശ്രദ്ധിക്കുക. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. 3 പുള്ളി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും 3 പുള്ളി. ഈ ചിഹ്നം ഖുർആനിലെല്ലാം കാണുമ്പോൾ ഒന്നുകിൽ 2 സ്ഥലത്തും നിർത്താതെ കൂട്ടിയോതാം. ذلك الكتاب لا ريب فيه هدى للمتقين. അല്ലെങ്കിൽ 2-ൽ ഒരു സ്ഥലത്ത് നിർത്താം. 1-ൽ നിർത്തിയാൽ മറ്റു സ്ഥലത്ത് നിർത്താൻ പാടില്ല. ذلك الكتاب لا ريب فيه هدى للمتقين. 2-ലൊരിടത്ത് നിർത്താം, 2-ലും നിർത്താതെയും ഓതാം. 1-ൽ നിർത്തിയാൽ മറ്റൊരിടത്ത് നിർത്താൻ പാടില്ല. പാരായണം ശ്രദ്ധിക്കുക. ذلك الكتاب لا ريب فيه هدى للمتقين. ذلك الكتاب لا ريب فيه هدى للمتقين. ذلك الكتاب لا ريب فيه هدى للمتقين. പുള്ളിയില്ലാത്ത ഹാഇന്റെ തല. ഏറ്റവും കൂടുതൽ നാം വിശുദ്ധ ഖുർആനിൽ കാണുന്ന ഒരു ചിഹ്നമാണ് സുക്കൂൻ. ഹർക്കത്തുകളെ നമുക്കറിയാം. സുക്കൂൻ പ്രിന്റ് ചെയ്യുന്നത് പുള്ളിയില്ലാത്ത ഹാഇന്റെ തല രൂപത്തിലാണ്. നാം സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ചിഹ്നമാണ് സുക്കൂൻ. പാരായണം ശ്രദ്ധിക്കുക. ألا إنهم هم المفسدون ولكن لا يشعرون. ألا إنهم هم المفسدون ولكن لا يشعرون.
രോഗമുള്ള അക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ എന്നിവയ്ക്ക് മുകളിൽ പരന്ന കട്ടിയുള്ള പൂജ്യം. ഇവ അധികരിച്ച വന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്നു. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങളുടെ മുകളിൽ പരന്ന കട്ടിയുള്ള പൂജ്യം. ഇവ ഒരിക്കലും ഉച്ചരിക്കരുത്. ഇവ അധികരിച്ച വന്ന അക്ഷരങ്ങളാണ്. ഇവ ഒരിക്കലും ഉച്ചരിക്കരുത്. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ പാരായണം ശ്രദ്ധിക്കുക. أُولَئِكَ عَلَى هُدًى مِّن رَّبِّهِمْ وَأُولَئِكَ هُمُ الْمُفْلِحُونَ أُولَئِكَ عَلَى هُدًى مِّن رَّبِّهِمْ وَأُولَئِكَ هُمُ الْمُفْلِحُونَ അലിഫിന് മുകളിൽ കാണുന്ന കനം കുറഞ്ഞ പൂജ്യം. അലിഫിന് മുകളിൽ കാണുന്ന കനം കുറഞ്ഞ പൂജ്യം. ആ അലിഫിൽ നിർത്തുകയാണെങ്കിൽ ഉച്ചരിക്കുക. ചേർത്തോതുകയാണെങ്കിൽ ഉച്ചരിക്കരുത്. ആ അലിഫിൽ നിർത്തുകയാണെങ്കിൽ ഉച്ചരിക്കുക. ചേർത്തോതുകയാണെങ്കിൽ ഉച്ചരിക്കരുത്. പാരായണം ശ്രദ്ധിക്കുക. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين പാരായണം ശ്രദ്ധിക്കുക. لكن هو الله ربي ولا أشرك بربي أحدا لكن هو الله ربي ولا أشرك بربي أحدا സീൻ. സ്വാദിന് മുകളിലും താഴെയുമായി വരുന്ന സീൻ. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് ഗൾഫിൽ നിന്ന് വിദേശത്ത് നിന്ന് പ്രിന്റ് ചെയ്യുന്ന വിശുദ്ധ ഖുർആന്റെ കോപ്പികളിൽ 2 സന്ദർഭങ്ങളിലായി സീനെ നമുക്ക് കാണാം. സീൻ സ്വാദിന് മുകളിലും താഴെയുമായി വരുന്ന സീൻ. സ്വാദിന് മുകളിലും താഴെയുമായി വരുന്ന സീൻ. സ്വാദിന് മുകളിൽ വന്നാൽ സീനാക്കി ഉച്ചരിക്കുക. والله يقبض ويبسط وإليه ترجعون والله يقبض ويبسط وإليه ترجعون സ്വാദിന്റെ താഴെയാണ് വരുന്നതെങ്കിൽ സ്വാദാക്കുന്നതാണ് ഉത്തമം. أم عندهم خزائن ربك أم هم المسيطرون أم عندهم خزائن ربك أم هم المسيطرون സ്വാദിന് മുകളിലാണ് സീൻ വരുന്നതെങ്കിൽ ആ സ്വാദിനെ സീനാക്കി മാറ്റി ഉച്ചരിക്കേണ്ടതാണ്. والله يقبض ويبسط وإليه ترجعون സ്വാദിന് താഴെയാണ് സീൻ വന്നതെങ്കിൽ ആ സ്വാദിനെ സ്വാദ് എന്ന് തന്നെ ഉച്ചരിക്കുന്നതാണ് ഉത്തമം. أم عندهم خزائن ربك أم هم المسيطرون മീമ്. വാല് താഴേക്ക് നീണ്ട മീമ്. മാറ്റിമറിച്ച് ഉച്ചരിക്കേണ്ടതിന്റെ ചിഹ്നം ഇഖ്ലാബ്. ഇഖ്ലാബിന്റെ മീമാണ്. തെൻവീനിലെ നൂനിനെയോ നൂനു സാക്കിനയിലെ അഥവാ
സുക്കൂൻ നൽകപ്പെട്ട നൂൻ. നൂനു സാക്കിന എന്നാൽ സുക്കൂൻ നൽകപ്പെട്ട നൂനിനാണ് നൂനു സാക്കിന എന്ന് പറയുന്നത്. തൻവീൻ എന്നാൽ ഫതഹ്, കസ്ർ, ലമ്മ് എന്നീ 3 ഹർക്കത്തുകൾ ഇരട്ടിപ്പിച്ചു വരും. 2 ഫതഹ്, 2 കസ്ർ, 2 ലമ്മ്. ഫതഹ്, കസ്ർ, ലമ്മ് എന്നീ 3 ഹർക്കത്തുകൾ ഇരട്ടിപ്പിച്ചു വരുമ്പോൾ അഥവാ 2 ഫതഹിനെയോ 2 കസ്റിനെയോ 2 ലമ്മിനെയോ ആണ് തൻവീൻ എന്ന് പറയുന്നത്. തൻവീനിലെ നൂനിനെയോ നൂനു സാക്കിനയിലെ അഥവാ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെയോ മീമാക്കി ഓതേണ്ട സ്ഥലത്താണ് ഈ ചിഹ്നം കാണുന്നത്. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. വലഹും അദാബുൻ അലീമുൻ എന്നുള്ള ഇടത്ത് 2 ലമ്മാണ്. മീമിന് 2 ലമ്മാണ്. ബാഇന്റെ തൊട്ടു മുമ്പിലായി തൻവീൻ വന്നതുകൊണ്ടാണ് ആ തൻവീനിലെ എന്ന ശബ്ദത്തെ മീമാക്കി അലീമും മും എന്നാണ് ഓതേണ്ടത്. മുൻ എന്ന് ഓതുന്നതിന് പകരം മും എന്നാണ് ഓതേണ്ടത്. ولهم عذاب أليم بما كانوا يكذبون. ولهم عذاب أليم بما كانوا يكذبون. ولهم عذاب أليم بما كانوا يكذبون. അതുപോലെ അടുത്ത ഉദാഹരണത്തിലെ മിന് ലമ്മ്, അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം നൂനിന് സുക്കൂനാണ്. നൂന് സാക്കിനയാണ്, സുക്കൂൻ നൽകപ്പെട്ട നൂനാണ്. ബായിന്റെ തൊട്ടു മുമ്പിലായി സുക്കൂൻ നൽകപ്പെട്ട നൂൻ വന്നതുകൊണ്ട് ആ നൂന് സാക്കിനയിലെ സുക്കൂനിനെ നാം മാറ്റി മീമാക്കി മും എന്നാണ് ഉച്ചരിക്കേണ്ടത്. മുൻ എന്നുള്ളതിന് പകരം മുംബസ എന്നാണ് ഉച്ചരിക്കേണ്ടത്. فكانت هباء منبثا. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. فكانت هباء منبثا. فكانت هباء منبثا. അലിഫിന് മുകളിൽ കാണുന്ന സ്വാദിന്റെ തല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നാം എല്ലാവരും കണ്ടിട്ടുള്ള ചിഹ്നമാണിത്. പല കാരണങ്ങളാൽ നാം അവഗണിച്ച ഒരു ചിഹ്നമാണ്. ചേർത്തോതുമ്പോൾ ഉച്ചരിക്കരുത്. അലിഫിന്റെ മേലെ സ്വാദിന്റെ ഒരു ചെറിയ തല ചേർത്തോതുമ്പോൾ ഉച്ചരിക്കരുത്. നാം നീല കളറിൽ കാണുന്ന സ്ഥലത്തെല്ലാം കൂട്ടി ഓതേണ്ട സ്ഥലങ്ങളാണ്. അഥവാ ആയത്തിന് നടുവിൽ വരുമ്പോൾ ചേർത്ത് നാം ഓതിപ്പോരുന്ന സന്ദർഭങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി അല്ലാഹി എന്നുള്ളിടത്ത് അലിഫിന്റെ മുകളിലുള്ള സ്വാദിന്റെ തല നാം കാണാം. അർ റഹ്മാനി എന്നുള്ളിടത്തും അലിഫിന് മുകളിൽ സ്വാദിന്റെ തലയുണ്ട്. അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാനിർ റഹീം. അർ-റഹീം എന്നുള്ള സ്ഥലത്തും അലിഫിന്റെ മുകളിൽ സ്വാദിന്റെ തലയുണ്ട്. ഇതൊന്നും നാം ഉച്ചരിക്കാറില്ല. അലിഫിന് മുകളിൽ കാണുന്ന സ്വാദിന്റെ തല ചേർത്തോതുമ്പോൾ ഉച്ചരിക്കാൻ പാടില്ല. ആയത്തിന്റെ തുടക്കത്തിലോ നിർത്തിയ ശേഷം തുടർന്നോതുമ്പോൾ തുടക്കത്തിൽ വരികയോ ചെയ്താൽ ഉച്ചരിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന് ശേഷം വരുന്ന ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൻ ആരംഭത്തിൽ അലിഫിനു മേൽ സ്വാദിന്റെ തല വന്നതായി നമുക്ക് കാണാം. അവിടെ ഉച്ചരിക്കേണ്ടതാകുന്നു. പച്ച കളറിൽ കാണുന്ന സ്ഥലത്ത്
ആയത്തിന്റെ തുടക്കത്തിലാണ് വന്നത്. അതുകൊണ്ട് അവിടെ ഉച്ചരിക്കണം. അടുത്ത ആയത്തായ അർ-റഹ്മാനി റഹീം, അർ-റഹ്മാനി അർ-റഹീം എന്ന് ഓതാറില്ല. അർ-റഹ്മാനി റഹീം. الرحمن الرحيم الرحمن الرحيم അർ-റഹ്മാൻ എന്നാണ് നാം ഉച്ചരിക്കാറ്. കാരണം അത് ആയത്തിന്റെ തുടക്കത്തിലാണ് വന്നത്. ആയത്തിന്റെ തുടക്കത്തിലോ നിർത്തിയ ശേഷം തുടർന്ന് ഓതുമ്പോൾ തുടക്കത്തിലോ വന്നാൽ, അലിഫിന്റെ മേലെ സ്വാദിന്റെ തല വന്നാൽ അതിനെ നാം ഉച്ചരിക്കണം. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അലിഫിന്റെ മേലെ സ്വാദിന്റെ തല കാണാറുണ്ട്. ചിലർ അതിനെ സുക്കൂനായി ഉച്ചരിക്കാറൊക്കെയുണ്ട്. ഇതൊക്കെ വളരെ തെറ്റാണ്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. സാമാന്യ ദീർഘത്തിന്റെ ചിഹ്നമാണ് നാം ഇപ്പോൾ കാണുന്നത്. അഥവാ സാമാന്യ ദീർഘം എന്നാൽ രണ്ടക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം നീട്ടുക. രണ്ടക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം, ബിസ്മി എന്ന് പറയും, ബിസ് രണ്ടക്ഷരമാണ്. അത് ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം നാം ആ അക്ഷരത്തെ നീട്ടേണ്ടതാണ്. അർ-റഹ്മാനി الرحمن الرحيم ആലമീൻ الحمد لله رب العالمين. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم. അസാമാന്യ ദീർഘം 4 മുതൽ 6 അക്ഷരങ്ങൾ ഉച്ചരിക്കാനെടുക്കുന്ന സമയം നീട്ടേണ്ട വിവിധ സന്ദർഭങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ ഈ ചിഹ്നം കാണുന്നത്. ഹംസക്ക് തൊട്ടു മുമ്പിലായിക്കൊണ്ടാണ് ഈ ചിഹ്നം ഒരേ പദത്തിലായിക്കൊണ്ടാണ് കാണുന്നതെങ്കിൽ അവിടെ 6 അക്ഷരം നീട്ടണം. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. أولئك على هدى من ربهم وأولئك هم المفلحون. മറ്റു പദത്തിലായിക്കൊണ്ടാണ് കാണുന്നതെങ്കിൽ 4 or 5 അക്ഷരം നീട്ടാവുന്നതാണ്. ألا إنهم هم المفسدون ولكن لا يشعرون. വിവിധ കാര്യങ്ങൾ 4 മുതൽ 6 അക്ഷരങ്ങൾ വരെ ഉച്ചരിക്കാനെടുക്കുന്ന സമയമാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം നീട്ടാറുള്ളത്. അസാമാന്യ ദീർഘത്തിന്റെ ചിഹ്നം നാം ശ്രദ്ധിക്കുക. أولئك على هدى من ربهم وأولئك هم المفلحون. ألا إنهم هم المفسدون ولكن لا يشعرون. സീൻ എന്ന ചിഹ്നം 2 സ്ഥലത്ത് വരും എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. സീൻ എന്ന ചിഹ്നം വരുന്ന ഒരു സ്ഥലമാണ് നാം നേരത്തെ കണ്ടത്. സീൻ എന്ന ചിഹ്നം വരുന്ന രണ്ടാമത്തെ സ്ഥലമാണിത്. സക്കത്തത്തിന്റെ ചിഹ്നമാണ് സീൻ. ഇവിടെ ശ്വാസം വിടാതെ അല്പമൊന്ന് നിർത്തി ചേർത്തോതുക. നാം പാരായണം ശ്രദ്ധിക്കുക. وقيل من راق وقيل من راق وقيل من راق. ശ്വാസം വിടാതെ അല്പമൊന്ന് നിർത്തി ചേർത്തോതുക. സക്കത്തത്തിന്റെ ചിഹ്നമാണ് സീൻ. പാരായണം ശ്രദ്ധിക്കുക. كلا بل ران على قلوبهم ما كانوا يكسبون. كلا بل ران على قلوبهم ما كانوا يكسبون. തെൻവീൻ അഥവാ 2 ഫത്തഹ് 2 കസ്ർ 2 ലൊമ്മ്. വിശുദ്ധ ഖുർആനിൽ തെൻവീനിന്റെ ചിഹ്നങ്ങൾ 2 തരത്തിൽ എഴുതും. അതിൽ ഒരു രൂപമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ 2 ഫത്തഹും ഒരേ വലിപ്പത്തിൽ, ഒരേ സൈസിൽ, നീളത്തിൽ, ഒരേ കൃത്യതയോടുകൂടി, തെറ്റാതെ ഒരേ ലെവലിൽ എഴുതുന്നു.
ഫതഹു തൻവീനും അങ്ങനെ തന്നെയാണ്. രണ്ട് ഫതഹ് ഒരേ വലിപ്പത്തിൽ, ഒരേ നീളത്തിൽ, ഒരേ ലെവലിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ കെസുറു തൻവീനും അങ്ങനെ തന്നെയാണ്. ലൊമ്മു തൻവീൻ ഇട്ടിരിക്കുന്നത്, ലൊമ്മ് സാധാരണ നിലക്കുള്ള ലൊമ്മും ഒരു ലൊമ്മ് അതിന് വിപരീതമായി കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഖുർആനിൽ ഇൽഹാറിന്റെ സന്ദർഭങ്ങളിലാണ്, അഥവാ തെൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങളിൽ തൻവീനിനെ ഇപ്രകാരം അച്ചടിക്കുന്നത്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. തജ്വീദ് നിയമപ്രകാരം അച്ചടിച്ചിട്ടുള്ള ഖുർആനിൽ ഇൽഹാറിന്റെ സ്ഥലങ്ങളിൽ, എല്ലാ ഇൽഹാറിന്റെ സ്ഥലങ്ങളിലും തൻവീനിനെ ഇത്തരത്തിലായിരിക്കും അച്ചടിച്ചിട്ടുണ്ടാവുക. ഉദാഹരണങ്ങൾ നാം വളരെ ഏറെ ശ്രദ്ധിക്കുക. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. പാരായണം ശ്രദ്ധിക്കുക. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. വിശുദ്ധ ഖുർആനിൽ തൻവീനിനെ രണ്ട് തരത്തിൽ നാം എഴുതും എന്ന് പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തെ തരമാണ് ഇത്. അഥവാ തൻവീനിനെ ഇഖ്ഫാഉം ബി ഉന്നയുടെയോ ഇദാമിന്റെയോ സന്ദർഭങ്ങളിൽ, അഥവാ തൻവീനിനെ കൂട്ടിലയിപ്പിക്കുകയോ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുകയോ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നാം തൻവീൻ ഇടുക ഇപ്രകാരമായിരിക്കും. അഥവാ ഫതഹു തൻവീനിലെ രണ്ട് തൻവീനുകൾ അല്പം ചിരിച്ചുകൊണ്ട് തെറ്റിച്ചായിരിക്കും ഇടുക, ഒരേ ലെവലിലായിരിക്കുകയില്ല ഇടുക. നാം വളരെ ശ്രദ്ധിക്കുക. കെസുറു തൻവീനിലെ കെസറിനെ നാം നേരത്തെ കണ്ടത് ഒരേ ലെവലിൽ, ഒരേ നീളത്തിൽ, ഒരേ ലെവലിലുള്ള രണ്ട് വരകളാണ്, രണ്ട് കെസറുകളാണ്. ഇവിടെ അല്പം ചിരിച്ചുകൊണ്ടാണ് അടുത്ത കെസറ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ലൊമ്മിനെ നാം കണ്ടത് ഒരു ലൊമ്മ് സാധാ നിലക്കുള്ള ലൊമ്മും മറ്റൊരു ലൊമ്മ നേർ വിപരീത തരത്തിലുള്ള ലൊമ്മുമായിരുന്നു. ഇപ്പോൾ നാം കാണുന്നത് രണ്ട് ലൊമ്മുകളും സാധാരണ ലൊമ്മിന്റെ ക്രമത്തിൽ തന്നെയാണ്. ഒരു ലൊമ്മ് കഴിഞ്ഞ് അല്പം വിട്ട് അടുത്ത ലൊമ്മ്. വിശുദ്ധ ഖുർആനിൽ തൻവീനെ കൂട്ടിലയിപ്പിക്കുകയോ മണിച്ചുകൊണ്ട് അവ്യക്തമായി ഉച്ചരിക്കുകയോ ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ തൻവീനെ നാം എഴുതുന്നത്. വിദേശത്ത് നിന്ന് അച്ചടിച്ചിരിക്കുന്ന മുസ്ഹഫുകളിലാണ് കൂടുതലായി ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുക. പാരായണങ്ങൾ ശ്രദ്ധിക്കുക. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. സുജൂദ് തിലാവത്തിന്റെ ചിഹ്നമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിഹ്നം വിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിൽ കാണുന്നു. പാരായണം അവിടെ എത്തിയാൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. ഏത് പദമാണോ സുജൂദിനെ സൂചിപ്പിക്കുന്നത് ആ പദത്തിന്റെ മുകളിലായോ താഴെയായോ മുസ്ഹഫുകളിൽ വരയിട്ടതായി നമുക്ക് കാണാവുന്നതാണ്. എവിടെ എത്തുമ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന ചിഹ്നമാണ് സുജൂദ് തിലാവത്തിന്റെ ചിഹ്നം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. തിലാവത്തിന്റെ സുജൂദിലെ പ്രാർത്ഥന സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി.
സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി. തിലാവത്തിന്റെ സുജൂദ് ഒരു സുജൂദാണ് നാം ചെയ്യേണ്ടത്. എവിടെ വന്നാലും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട 2 അക്ഷരങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ഷദ് നൽകപ്പെട്ട നൂനും ഷദ് നൽകപ്പെട്ട മീമും. ഷദ് നൽകപ്പെട്ട നൂനും ഷദ് നൽകപ്പെട്ട മീമും എവിടെ വന്നാലും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട 2 അക്ഷരങ്ങളാണ്. ചുവന്ന കളറിൽ നാം മാർക്ക് ചെയ്തിരിക്കുന്നത് ഷദ് നൽകപ്പെട്ട നൂനിനെയാണ്. നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഷദ് നൽകപ്പെട്ട മീമിനെയും ആണ്. ഇവിടെ ഖാരി പാരായണം ചെയ്യുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കുക. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون. ഏറ്റവും കൂടുതൽ മണിക്കേണ്ട അവസരമാണ് വിശുദ്ധ ഖുർആനിലെ ഈ 2 അക്ഷരങ്ങൾ വരുമ്പോൾ. إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. Don't forget to pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. ബൈ ഷഹീദ് മുഹ്സിൻ.